ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും പുതിയതിലോട്ട് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, UK ഇപ്പോൾ പുതിയ പ്രധാനമന്ത്രി ആണ് അധികാരം ഏറ്റെടുത്തിരിക്കുന്നത്. ആൻഡ് ബെൻഹാമാണ് UKയുടെ ഏറ്റവും പുതിയ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ UKയിൽ ILRൽ വല്ല മാറ്റങ്ങളും വരാൻ സാധ്യതയുണ്ടോ? ഈ 5 വർഷം 10 വർഷം എന്നൊക്കെ പറഞ്ഞ എന്താ പറയുക, ഏഞ്ചൽ സെറ്റിൽമെൻറ്റ്, ഇതൊക്കെ എന്താണ് ഇനി ഭാവിയിൽ സംഭവിക്കുക? ഷബാന മുഹമ്മദിൻ്റെ പഴയ ILR നയങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക, അതോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ? ആൻറ്റി ബെൻഹാം ഉറപ്പ് തരുന്ന പോലെ UKയിൽ എല്ലാവർക്കും ഒരേപോലെയുള്ള സമത്വ രീതിയിലുള്ള നയങ്ങളായിരിക്കും ഇനി ഉണ്ടാകാൻ വേണ്ടി പോവുക. അപ്പോൾ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ILR നമ്മളെ ബാധിക്കും, ILRനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവായി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനൊന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോട്ട് പോകാം. വീഡിയോക്ക് ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നേരെ വീഡിയോട്ട് പോകാം. UK പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് ആൻറ്റി ബെൻഹാം അധികാരം ഏറ്റെടുത്തപ്പോൾ അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് എന്താണ്? ഹോം സെക്രട്ടറി ആയിട്ട് ഷബാന മുഹമ്മദ് നിലനിർത്തിയാണ്. മറ്റു പല മന്ത്രിമാരുടെ സ്ഥാനങ്ങളൊക്കെ മാറി, പല മന്ത്രിമാർക്കും അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. പക്ഷേ ഷബാന മുഹമ്മദ് ഹോം സെക്രട്ടറി ആയിട്ട് തന്നെ നിലനിന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കെയർസ്റ്റാമർ ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന അതേ ഒരു നയങ്ങൾ, ILR ഉണ്ടായിരുന്ന അതേ നയങ്ങൾ തന്നെ പിന്തുടരാനും, അതല്ലെങ്കിൽ ആ നയങ്ങളിലൊരു വ്യക്തത വരുത്താനൊക്കെ തന്നെ ആയിരിക്കണം ഷബാന മുഹമ്മദിനെ തന്നെ ആ ഒരു ഹോം സെക്രട്ടറി പദവിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിച്ചതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. കാരണം ഇപ്പോൾ UKയിലുള്ള ഒട്ടനവധി ആൾക്കാരുടെ വലിയൊരു കൺഫ്യൂഷനാണ്, ടെൻഷനാണ്, പ്രാർത്ഥനയാണ് ILRലെ മാറ്റങ്ങളെ കുറിച്ച്. അപ്പോൾ പെട്ടെന്ന് ഈ ILR ഇപ്പോൾ UKയിൽ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ 2016 ശേഷം 7ാമത്തെയോ 6ാമത്തെയോ പ്രൈം മിനിസ്റ്ററാണ് ഇപ്പോൾ UK ഭരിക്കുന്നത്. അതുതന്നെ പല ആൾക്കാർ, പ്രത്യേകിച്ച് റീഫോം പാർട്ടിക്കിടയിലും അല്ലെങ്കിൽ മറ്റു പല ആൾക്കാരുടെ ഇടയിലും ഒരു വലിയൊരു രീതിയിലുള്ള ട്രോൾ മെറ്റീരിയൽ പോലും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. UKയിൽ ഇങ്ങനെ പ്രധാനമന്ത്രിമാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു രീതിയിലുള്ള മാറ്റവും ലഭിക്കുന്നില്ല എന്ന രീതിയിൽ. അപ്പോൾ അതേസമയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ UKയിൽ പ്രവാസികളുടെയൊക്കെ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു ഏറ്റവും ഇഷ്യൂ എന്ന് പറയുന്നത് ILRലെ ഒരു ഏണ്ട് സെറ്റിൽമെൻറ്റ് പ്രോബ്ലം തന്നെയാണ്. അത് മുന്നോട്ട് വെച്ച ഷബാന മുഹമ്മദിനെ പകുതിക്ക് വെച്ച് മാറ്റുകയാണെങ്കിൽ ആ ഒരു സംഭവം ആകെ തകിടം മറിയും. ആയതുകൊണ്ട് തന്നെ ഒരു തുടർച്ച എന്നോണം ഷബാന മുഹമ്മദിനെ ഹോം സെക്രട്ടറി ആയിട്ട് കണ്ടിന്യൂ ചെയ്തതിലൂടെ നല്ല ഒരു സന്ദേശം തന്നെയാണ് ആൻറ്റി ബെൻഹാം നൽകുന്നത്. കുടിയേറ്റ നയങ്ങളിൽ പെട്ടെന്നൊരു അഴിച്ചുപണികൾ ഉണ്ടാക്കി ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിന് പകരം ഈ മേഖലയിൽ സ്ഥിരമായിട്ടുള്ള ശാശ്വതമായിട്ടൊരു പരിഹാരത്തിനാണ് സർക്കാർ ഊന്നൽ നൽകുന്നത്. ഹോം സെക്രട്ടറി ഷബാന മുഹമ്മദ് ഈ ഏണ്ട് സെറ്റിൽമെൻറ്റ് എന്ന നയവുമായി കർശനമായി മുന്നോട്ട് പോകും എന്നുള്ളതിനാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സ്ഥാനം നഷ്ടപ്പെടാണ്ടിരുന്നത്. അപ്പോൾ ആൻറ്റി ബെൻഹാം എത്രത്തോളം ഇതിൽ ഇടപെടുമെന്ന് നമുക്കൊന്നും ഉറപ്പ് പറയാൻ സാധിക്കില്ല. ഏഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പലപ്പോഴായി പറഞ്ഞു കഴിഞ്ഞു. 5 വർഷം എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് കാലാവധി 10 വർഷമോ അല്ലെങ്കിൽ അതിന് മേലെയോ ആയി ഗ്രാജ്വലി മാറുന്ന ഒരു സംഭവമാണ് ഏഡ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് വെറുതെ ILR ലഭിക്കില്ല. UKക്ക് സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ രീതിയിലും സേവനം നൽകുന്ന ആൾക്കാർ മാത്രമേ UKയിൽ പൗരന്മാരായിട്ട് അല്ലെങ്കിൽ ILR ലഭിക്കുകയുള്ളൂ. നല്ല നടപ്പുള്ള ആൾക്കാർ, കേസുള്ള ആൾക്കാർക്ക് കിട്ടില്ല. അങ്ങനെ ഒരുപാട് പോയിന്റുകൾ അതിലുണ്ട്. അപ്പോൾ അതേ പോയിന്റുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഷബാന മുഹമ്മദിൻ്റെ തീരുമാനം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ നിർദ്ദേശം വെച്ച് UKയിൽ നിശ്ചിത കാലം ജീവിച്ചു തീർത്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും UKയിൽ ILR ലഭിക്കില്ല. ആ ജീവിതകാലത്ത് UK ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ UK സർക്കാരിന് വേണ്ടിയിട്ട്, UK പൗരന്മാർക്ക് വേണ്ടി, UKയിൽ സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നേട്ടങ്ങളോ എന്തെങ്കിലും രീതിയിൽ സംഭാവന നൽകിയ ആൾക്കാർക്ക് മാത്രമാണ് UKയിൽ ILR ലഭിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ആ വ്യക്തിയുടെ പെരുമാറ്റം, UK സമൂഹത്തിനോടുള്ള അവരുടെ സംഭാവന, ഇവിടുത്തെ സംസ്കാരവുമായുള്ള അവരുടെ ലയനം, ഇവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റാണ്. UKയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു പൗരനാണെങ്കിൽ മാത്രമാണ് ILR ലഭിക്കുക എന്നുള്ളത്. ഇവിടെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. UKയിൽ ഈ ഒരു സിസ്റ്റം നിലനിന്ന് പോകുമെന്ന് പറയുമെങ്കിൽ കൂടി ഏണ്ട് സെറ്റിൽമെൻറ്റിലെ ഒരു കൺഫ്യൂഷൻ ഇതുവരെ തീർന്നിട്ടില്ല. ഹോം ഓഫീസിൻ്റെ ഭാഗത്തു നിന്നും ഒരു രീതിയിലുള്ള നടപടിയെക്കുറിച്ച്, ഒരു രീതിയിലുള്ള തീരുമാനങ്ങളും അതിനെക്കുറിച്ച് അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടുമില്ല. അതിന് UKയിലുള്ള മലയാളി പ്രവാസികളൊന്നും പെട്ടെന്ന് ഭയന്ന് ഇതായിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തീരുമാനങ്ങൾ അതത് സമയത്ത് കറക്റ്റായിട്ടുള്ള രീതി തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് എടുത്തടിച്ച പോലെയുള്ള നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങളൊന്നും വരാൻ സാധ്യതയില്ല എന്ന് തന്നെ അനുമാനിക്കാം. ഈ വിഷയത്തിൽ ILRുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, അതായത് ഇപ്പോഴത്തേക്കും പ്രത്യേകിച്ച് ഇത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചൊന്നും ഗവൺമെൻറ് കാര്യങ്ങൾ പുറത്തു വിട്ടിട്ടില്ല. ഫ്യൂച്ചറിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ അതിനനുസരിച്ച് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരിക്കലും കമൻറ്റ് വിട്ടുവരുത്. ലൈക്കും കമൻറ്റും ചെയ്യണം. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും UKയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് UKയിൽ നമ്മുടെ ലണ്ടൻ ബ്രോ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബ് ഒന്ന് പരിശോധിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളൊക്കെ അവിടെയും നമ്മൾ കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ച് UKയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസുകളുമായി ബന്ധപ്പെടുത്തിയ ക്വിസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ
അവിടെയും ഒന്ന് വന്നേക്കുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വരാം. അതുവരെ ബൈ, സീ യു, താങ്ക് യു വെരി മച്ച്.